ഗുഡ് മോർണിംഗ് ഓൾ. ടാലന്റിന്റെ മറ്റൊരു ലൈവ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫിസിക്സില് സെക്കൻഡ് ഇയറിലെ ഫിസിക്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റും ആയിരുന്നു. അപ്പോ അവസാനം പറഞ്ഞു നിർത്തിയത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇതൊരു സ്റ്റേഷനറി ചാർജാണ്. സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പൊ ഇതൊരു സ്റ്റേഷനറി ചാർജാണ്, സ്റ്റേഷനറി പോയിന്റ് ചാർജാണ്. ഈ ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ ഈ ചാർജിന് ചുറ്റാകെ എന്താ, ഈ ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയൺ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോ ഞാനിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ ചാർജിന് ചുറ്റാകെയുള്ള ഒരു സ്പേസ് ആണ് അല്ലെ, ഈ പോയിന്റ് ചാർജിന് ചുറ്റാകെ, സ്റ്റേഷനറി ചാർജിന് ചുറ്റാകെയുള്ള ഒരു സ്പേസ് ആണ്. ഈ സ്പേസിന്റെ പ്രത്യേകത എന്താ? ഈ സ്പേസിൽ ഏതൊരു പോയിന്റിലും മറ്റൊരു ചാർജ് കൊണ്ടുവച്ച്, ഇപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ ചാർജ് ഞാൻ കൊണ്ടുവച്ചു. ഈ ചാർജിന്, ഞാനിവിടെ കൊണ്ടുവയ്ക്കുന്ന ചാർജിന് ഈ ചാർജ് കൊണ്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു ടെസ്റ്റ് ചാർജിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അത് അട്രാക്ഷൻ ആവാം, റിപ്പൾഷൻ ആവാം. സോ ഒരു ടെസ്റ്റ് ചാർജിന്, ഇത് നമ്മൾ വിളിക്കുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. ദിസ് ഇസ് കോൾഡ് സോഴ്സ് ചാർജ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. ഇതിനെ സോഴ്സ് ചാർജ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? കാര്യം ഈ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ഈ ചാർജാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഇത് ടെസ്റ്റ് ചാർജ്. ഇതിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കാൻ കാര്യം എന്താ? ഈ സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന ചാർജ് ആയതുകൊണ്ടാണ് ഇത് എന്തെന്ന് വിളിക്കുന്നത്, ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു ടെസ്റ്റ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്പേസ് ഓർ ഇറ്റ് ഈസ് എ റീജിയൻ വേർ an electric charge experiences electrostatic force. ഒരു ഇലക്ട്രിക് ചാർജിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഏതൊരു റീജിയനെയും നമുക്ക് എന്തെന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. സാധാരണ ഒരു ചാർജിന്, സ്റ്റേഷനറി ചാർജിന് ചുറ്റാകെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഉദാഹരണത്തിന് ഇതൊരു പോയിന്റ് ആണ്, പി. പി ഈസ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ക്യൂ എന്ന് പറയുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനകത്തെ ഒരു പോയിന്റ് ആണ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അഥവാ ഇന്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫൈൻ ചെയ്തു. ഇന്റൻസിറ്റി ഓർ strength of electric field at a point. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അഥവാ ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യും? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ പോയിന്റിലെ സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അഥവാ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലെ ഇന്റൻസിറ്റി ആണോ, ഏത് പോയിന്റിലെ സ്ട്രെങ്ത് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ പോയിന്റില് നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുന്നു. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ആ പോയിന്റിന്റെ എന്തെന്ന് വിളിക്കുക, ഇന്റൻസിറ്റി എന്ന് വിളിക്കുക, അഥവാ സ്ട്രെങ്ത് എന്ന് വിളിക്കുക. അപ്പോ പി എന്ന് പറയുന്ന പോയിന്റിലെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പിയില് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുക. എന്തുകൊണ്ട് വയ്ക്കുക? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്.
ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഈ ചാർജ് കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ആ പോയിന്റിൽ എന്തെന്ന് പറയാം, ഇന്റൻസിറ്റി എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ യൂണിറ്റ് ചാർജ് കൊണ്ടുവയ്ക്കുന്നതിന് പകരം, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുന്നതിന് പകരം നമ്മളൊരു പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോം ചാർജാണ് കൊണ്ടുവയ്ക്കുന്നത്. എന്താ കൊണ്ടുവയ്ക്കുന്നത്? പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോം ചാർജ്. കൂളോം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ്. സോ പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോം ചാർജ് നമ്മൾ പിയിൽ കൊണ്ടുവച്ചു. ശരിയല്ലേ? പിയിൽ നമ്മൾ പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോം ചാർജ് കൊണ്ടുവച്ചപ്പോൾ ആ ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് എഫ് ആണെന്ന് എനിക്ക് അല്ലെ? ഈ ചാർജ് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ അതിന് എഫ് ഫോഴ്സ് അനുഭവപ്പെട്ടു. സോ ഡെൽറ്റ ക്യൂ കൂളോം ചാർജിന് പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോം ചാർജിന് പി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് 1 കൂളോം. പ്ലസ് 1 കൂളോമിന് എത്ര ഫോഴ്സ് അനുഭവപ്പെടും? പ്ലസ് ഡെൽറ്റ ക്യൂ കൂളോമിന് എഫ് ഫോഴ്സ് ആണെങ്കിൽ പ്ലസ് 1 കൂളോമിന് എത്രയായിരിക്കും? എഫ് ബൈ ഡെൽറ്റ ക്യൂ. ശരിയാണോ? സോ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. ഈ എഫ് ബൈ ഡെൽറ്റ ക്യൂ അഥവാ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഈ പോയിന്റിലെ ഇന്റൻസിറ്റി അഥവാ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. സോ intensity of electric field at the point P is given by E is equal to എന്താണ്? F divided by delta Q. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് F divided by delta Q. What is F? F is the force experienced by a test charge delta Q. Therefore, F by delta Q is the force experienced by unit charge. That is called intensity. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് യൂണിറ്റ് പറയാം. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളോം റൈസ് ടു -1. ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഈസ് ന്യൂട്ടൺ കൂളോം റൈസ് ടു -1. ഓർ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട് കേട്ടോ, വോൾട്ട് മീറ്റർ റൈസ് ടു -1. ഈ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഇനി പറയും കേട്ടോ. അപ്പൊ ഓർത്തിട്ടാ മതി, ഇങ്ങനെ ഒരു യൂണിറ്റ് കൂടി ഉണ്ട്. ഇനി ഇവിടെ വേറൊരു പ്രശ്നം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മള് ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ പോയിന്റ് പിയിൽ കൊണ്ടുവയ്ക്കുന്നത് ക്യൂ എന്ന് പറയുന്ന സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുമാത്രം ഇന്റൻസിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് നമ്മൾ പോയിന്റ് പിയിൽ കൊണ്ടുവയ്ക്കുമ്പോ ഇതും ഒരു ചാർജ് ആണല്ലോ. ഈ ചാർജും അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ പി എന്ന് പറയുന്ന പോയിന്റിൽ ചിലപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡുകൾ കാണാം. ഏതൊക്കെയാണ്? ക്യൂ എന്ന് പറയുന്ന സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാം, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ 2 ഇലക്ട്രിക് ഫീൽഡുകൾ അവിടെ വന്നാൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ക്യൂ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എറർ സംഭവിക്കും, തെറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റാതിരിക്കണമെങ്കിൽ പിയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൃത്യമായി മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ സോഴ്സ് ചാർജ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇനി ഈ ടെസ്റ്റ് ചാർജ് പി എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കണമെങ്കിൽ, ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ ടെസ്റ്റ് ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പാടില്ല. അപ്പൊ ടെസ്റ്റ് ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജ് അത്രത്തോളം എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ കുറച്ചുകൂടി എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ അത് മോഡിഫൈ ചെയ്യുന്നത്? ഇ ഈസ് ഈക്വൽ ടു ലിമിറ്റ് അല്ലെ ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ. ശരിയാണോ? ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റ് ചാർജ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് വളരെ ചെറുതാണ്. അപ്പോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ചാർജ്, ടെസ്റ്റ് ചാർജ് പിയില് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ഇവിടെ ആകെ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, അത് സോഴ്സ് ചാർജിന്റെതാണ് എന്നാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ
ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള യഥാർത്ഥ ഇക്വേഷൻ ഇതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും മതി. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം, ഡെൽറ്റ ക്യൂ വളരെ വളരെ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അപ്പൊ അതുകൂടി ആ സ്റ്റേറ്റ്മെന്റ് കൂടി ചേർത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ബിക്കോസ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചാർജ് സ്കെയിലർ ആണ്, അതിന് ഡയറക്ഷൻ ഇല്ല. ഫോഴ്സ് ആണ് ഡയറക്ഷൻ ഉള്ളത്, വെക്ടർ ആയിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ശരിയാണ്. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലേ. ടെസ്റ്റ് ചാർജ് എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇന്റൻസിറ്റിയുടെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. സോ നമ്മൾ ഒരു സ്ഥലത്തെ ഒരു പോയിന്റിലെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് കൊണ്ടുവയ്ക്കുന്ന ടെസ്റ്റ് ചാർജ് എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആണ്. സോ ദിസ് ചാർജ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ബട്ട് നമ്മുടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം അല്ലെ, അത് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. അപ്പൊ ഈ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോസിറ്റീവ് സോഴ്സ് ചാർജ് ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, റിപ്പൽഷൻ ആണ്. സെയിം ചാർജ് റിപ്പൽ. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇന്റൻസിറ്റി അങ്ങോട്ടായിരിക്കും, ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കുമല്ലോ ഇന്റൻസിറ്റി. അപ്പോ ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഒരു പോയിന്റിലെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എവേ ഫ്രം ദി ചാർജ് ആയിരിക്കും. ആരോ മാർക്ക് അങ്ങോട്ടാണ്, എവേ ഫ്രം ദി ചാർജ്, ചാർജിൽ നിന്ന് എവേ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഈ ചാർജ് കൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഇന്റൻസിറ്റി എവേ ഫ്രം ദി ചാർജ് അങ്ങോട്ടാണ്. ഇവിടെയാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ, ഈയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, എവേ ഫ്രം ദി ചാർജ്. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആ പോയിന്റിൽ നിന്ന് എവേ ഫ്രം ചാർജ്, ചാർജിൽ നിന്ന് അകന്നു. ഇനി അതേസമയം ഇതൊരു നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ, ഈ നെഗറ്റീവ് സോഴ്സ് ചാർജ് ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കില്ലേ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും ഇങ്ങോട്ടായിരിക്കും. ശരിയാണ്. അപ്പൊ ഇവിടെ ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ടുവേർഡ് ദി ചാർജ്, ചാർജിന് അടുത്തേക്കായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും, ടുവേർഡ്സ് ദി ചാർജ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി എവേ ഫ്രം ദി ചാർജും നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി ടുവേർഡ്സ് ദി ചാർജ്, ചാർജിന് അടുത്തേക്ക് ആയിരിക്കും ഒരു പോയിന്റ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് is towards the charge if the charge is negative, away from the charge if the charge is positive. Clear ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് മെസ്സേജ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ, പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ, നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണ്. Okay. So, നമ്മുടെ അടുത്ത ടോപ്പിക് ഇലക്ട്രിക് field intensity at a point due to a point charge. ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നുള്ളത്. എന്താണ് ഈ പോയിന്റ് ചാർജ്? അതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പോയിന്റ് ഓബ്ജക്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതുപോലെ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജുകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലും ചാർജിന്റെ വലിപ്പം വളരെ ചെറുതുമാണെങ്കിൽ നമുക്ക് അതിനെ പോയിന്റ് ചാർജ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ഉപയോഗിച്ച് ഡോട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി
അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു പോയിന്റ് ചാർജ് ആണ്. Q ഈസ് എ സ്റ്റേഷനറി പോയിന്റ് ചാർജ്. നമ്മൾ പറയുന്ന ചാർജുകളെല്ലാം സ്റ്റേഷനറിയാണ്, ഫസ്റ്റ് ആണ്. ഇതൊരു പോയിന്റ് സ്റ്റേഷനറി ചാർജ് ആണിത്. ഈ ചാർജിൽ നിന്ന് സപ്പോസ് r ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് P. ഓക്കെ, സോ കൺസിഡർ എ പോയിന്റ് P at a distance r from a point charge Q. സോ നമുക്ക് അറിയേണ്ടത് ഈ പോയിന്റ് ചാർജ് കൊണ്ട് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് P അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഈ ചാർജ് ഇതിന് ചുറ്റാകെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമല്ലോ. ഈ ചാർജ് ഇതിന് ചുറ്റാകെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിന് ഈ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് P എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ട് അഥവാ ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഈ പോയിന്റിലെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ്. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പകരം നമ്മൾ സാധാരണ ചെയ്ത് എന്താ, ഒരു ടെസ്റ്റ് ചാർജ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവയ്ക്കുകയാണ്, ഡെൽറ്റ ക്യൂ. ഈ ഡെൽറ്റ ക്യൂവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് നമുക്ക് നോക്കാം. ഫോഴ്സ് experienced by the test charge delta Q placed at P. P എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് F is equal to, നമ്മൾ കൂളോംസ് ലോ പഠിച്ചിട്ടുണ്ട്. രണ്ട് ചാർജുകൾ അവർക്കിടയിലുള്ള സെപ്പറേഷൻ അറിയാമെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/4πε. ശരിയല്ലേ? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി അല്ലെ? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ 1/4πε പ്രോഡക്റ്റ് ഓഫ് ദി ചാർജ്. ആദ്യത്തെ ചാർജ് ഏതാണോ? Q, നമ്മുടെ സോഴ്സ് ചാർജ്, ഇൻറ്റു രണ്ടാമത്തെ ചാർജ് ഏതാ? നമ്മുടെ ടെസ്റ്റ് ചാർജ് ഡെൽറ്റ Q divided by distance in the square, r square. Okay, so according to Coulomb's law, the force on the test charge delta Q is F is equal to 1/4πε Q into delta Q divided by r square. ഇനി ഇവിടത്തെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിന്റിലെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഡെൽറ്റ ക്യൂവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ യൂണിറ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണോ? എഫ് ബൈ ഡെൽറ്റ ക്യൂ. ലിമിറ്റിന്റെ കാര്യം നമ്മളിവിടെ പറയുന്നില്ല, ജസ്റ്റ് എഫ് ബൈ ഡെൽറ്റ ക്യൂ. അപ്പൊ ഇതാണ് എഫ് അല്ലെ? ഇതാണ് എഫ്. ഈ എഫിനെ ഡെൽറ്റ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡെൽറ്റ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡെൽറ്റ ക്യൂ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി. ബാക്കി എന്താ വരിക? ഇ ഈസ് ഈക്വൽ ടു പറയൂ 1/4πε Q divided by r square. E is equal to 1/4πε Q divided by r square. Delta Q എന്ത് ചെയ്ത് പോകുന്നു? ക്യാൻസൽ. ഇതാണ് എഫ്. ആ എഫിനെ ഡെൽറ്റ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ക്യൂ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന ഇതാണ് E is equal to 1/4πε Q divided by r square. ഇനി ഇത് ഫ്രീ സ്പേസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എപ്സിലോൺ 0 എന്ന് വരും. ഫ്രീ സ്പേസ് ആണ് വരുന്നതെങ്കിൽ എപ്സിലോൺ 0 എന്ന് വരും. അതല്ല മീഡിയം ആണെങ്കിൽ എന്താണ്? എപ്സിലോൺ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ സ്പേസ് എന്ന് എടുക്കാം. ഫ്രീ സ്പേസ് എടുത്താൽ ഇവിടെ എപ്സിലോൺ 0, ഇവിടെ എന്താണ്? എപ്സിലോൺ 0. ഓക്കെ, ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 ആണ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ക്യൂ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് E is equal to 1/4πε Q divided by r square ആണ്. 1/4πε Q divided by r square. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് വളരെ ക്ലിയർ ആണ് E proportional to 1/r square. ശരിയല്ലേ? E proportional to 1/r square. അതായത് ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയും.
അപ്പോ ഒരു ചാർജിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക ആ ചാർജിന്റെ തൊട്ടടുത്താണ്. ശരിയാണ്. ചാർജിന്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റിൽ ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ വളരെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ചാർജിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോ ഈ പ്രപ്പോർഷണൽ ടു എന്താണ്? ആർ സ്ക്വയർ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പൊ ഈ ആറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ആറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ y ആക്സിസിലും പോയിന്റിലേക്കുള്ള ദൂരം 6 x ആക്സിലും എടുത്തു കഴിഞ്ഞാൽ ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാര്യം ഈ പ്രപ്പോർഷണൽ ടു എന്താണ്? 1/r². ഈയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ശരിയല്ലേ? 6 കൂടുന്നതിനനുസരിച്ച്, 6ന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞ് വരും. ഈ പ്രപ്പോർഷണൽ ടു r² എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? ക്ലിയർ ആണോ? മെസ്സേജ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇതില് ഒരു കാര്യം കൂടെ, ഈയുടെ ഡയറക്ഷൻ കൂടി ഓർത്തോളണം. ഈയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതുകൂടെ ഞാൻ പറയാം. ടെസ്റ്റ് ചാർജ് മാറ്റി കഴിഞ്ഞാൽ ക്യൂ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇത് പ്ലസ് ക്യൂ ആണെങ്കിൽ, ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? എവേ ഫ്രം ദി ചാർജ്, ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. if it is a positive charge, and if it is a negative charge, then electric field intensity direction എങ്ങോട്ടേക്കായിരിക്കും? towards the charge, ഇങ്ങോട്ടേക്ക്. അത് ഓർത്തോ കേട്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞേ. ഈ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചാർജിന് അടുത്തോട്ടായിരിക്കും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ചാർജിൽ നിന്ന് അകന്നു പോകും, എവേ ഫ്രം ദി ചാർജ്. ഡയറക്ഷൻ കൂടി ഓർക്കണം. ഇതിപ്പോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ഇക്വേഷനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 q/r² ആണ്. ഡയറക്ഷൻ ഈ ചാർജിന്റെ പൊളാരിറ്റിക്ക് അനുസരിച്ചിരിക്കും. പ്ലസ് ആണോ മൈനസ് ആണോ എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമ്മള് കുറച്ച് നേരമായിട്ട് പറയുവാണ്, ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റാറ്റിക് ചാർജ് എടുത്താൽ ഈ ചാർജിന് ചുറ്റാകെ എന്തുണ്ടാവും? ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്ന് ഞാൻ കുറെ നേരമായിട്ട് പറയും. ആ ഇലക്ട്രിക് ഫീൽഡിന് ഓരോ സ്ഥലത്തും ഓരോ ഇന്റൻസിറ്റി ആയിരിക്കും. ചാർജിന് അടുത്ത പോയിന്റുകളിൽ, ചാർജിന് തൊട്ടടുത്തുള്ള പോയിന്റുകളിൽ, ഈ പോയിന്റുകളിലൊക്കെ ഇന്റൻസിറ്റിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. ചാർജിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ആ പോയിന്റുകളിൽ, അകന്നു ഉള്ള പോയിന്റുകളിൽ സ്ട്രെങ്തിന്റെ വാല്യൂ, സ്ട്രെങ്ത് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് നമുക്കിപ്പോ മനസ്സിലായി. ഇത് നമുക്ക് അറിയേണ്ടത്, നമ്മളൊരു ചാർജ് എടുത്തു വെച്ചാൽ ആ ചാർജിന് ചുറ്റാകെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ കഴിയില്ല. ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം.